ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി. നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ജനറൽ ചെക്കപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക്, ക്ലച്ചിൻ്റെ സൈഡ് വണ്ടി എടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറയായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്സ് നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിടാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഒരു വൈബ്രേഷൻ പറഞ്ഞിരുന്നു വണ്ടി, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയിലുള്ള ആ റോളർ വെയിറ്റാണ് കംപ്ലയിൻറ്റ്. വെയിറ്റ് സെറ്റിൻ്റെ കണ്ടത് ഇത് പീസ് അടർന്ന് പോയിരിക്കുകയാണ്. നമുക്കത് ഈ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വൈബ്രേഷൻ മാറും കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബോസ് ഡ്രൈവും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ റോളർ വെയിറ്റാണ് നമുക്കത് കംപ്ലയിൻറ്റ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ പീസ് ഡ്രൈവും നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. അതും അത്യാവശ്യം പ്ലേ വന്നിട്ടുണ്ട്. അത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ബെൽറ്റൊന്നും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ സ്റ്റിക്കിൽ തീരെ ലെവൽ കാണിക്കുന്നില്ല. ഈ സ്റ്റിക്കിൽ ലെവൽ കാണിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഏപ്രിലാണ് ഇവിടെ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓയിലും കൂടി മാറ്റി പോകണം. ഓയിലും കൂടി മാറ്റുന്നത് നന്നായിരിക്കും. പിന്നെ വേരിയേറ്റർ റോളർ വെയിറ്റും എഞ്ചിൻ ഓയിലും അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.